പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അവരുടെ കുളി, അവരുടെ ഭക്ഷണം, അവർക്ക് വാഷ്റൂം ഉപയോഗിക്കേണ്ടത്, മെഡിക്കൽ എയ്ഡുകൾ, യാത്ര, മറ്റ് ഇതുകൾ, ഇതിൻ്റെ പുറമെ ഈ പറഞ്ഞ പോലെ ഇത്രയും ആളുകളുടെ വേസ്റ്റ്, അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ പോയി താമസിക്കും. അവിടെയൊക്കെ പക്ഷെ നമ്മൾ അവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ അവിടെ വേസ്റ്റ് കൂമ്പാരം കൂടി കിടക്കുന്നുണ്ടോ? എവിടെയും കേൾക്കുന്നില്ല. ഹറമിൻ്റെ പരിസരം, അവിടുത്തെ വഴികൾ, അറഫ, മുസ്ദലിഫ, അവിടെയൊക്കെ നേരത്തെയുള്ള അവിടുത്തെ ഫാനുകൾ ഉച്ചയായാൽ അതിൽ നിന്ന് സ്പ്രേ വരും, വെള്ളം സ്പ്രേ ചെയ്യും. ഹജ്ജിൻ്റെ സമയത്ത് ഹെലികോപ്റ്ററുകൾ ഉണ്ടാവും, നൂറുകണക്കിന് ആംബുലൻസുകൾ ഉണ്ടാവും. പരിശുദ്ധ ഹജ്ജ് പൂർത്തിയാക്കി ഹാജിമാർ മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആളുകളൊക്കെ തിരിച്ചെത്തി, ഇനിയും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഹജ്ജിൻ്റെ സംഘാടനത്തെയും മറ്റും പ്രശംസിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ പ്രശംസാ പത്രം പുറത്തിറക്കിയതായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 17 ലക്ഷത്തോളം ഹാജിമാർ ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും സൗദി അറേബ്യയിലെത്തി, മക്കയിലും മദീനയിലുമായി കഴിച്ചുകൂട്ടി, ദിവസങ്ങളോളം കഴിച്ചുകൂട്ടി. ഓരോ വർഷവും വിപുലമായി ഭംഗിയായി പ്രയാസങ്ങളും മറ്റുമൊന്നുമില്ലാതെ അവിടുത്തെ സജ്ജീകരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിന് മുമ്പ് പോയ ആളുകൾ അന്നത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു. ഓരോ അപ്ഡേഷനുകളും കേൾക്കുമ്പോൾ അവിടുത്തെ സജ്ജീകരണം വളരെ ബൃഹത്തായതാണ്. അതിപ്പോൾ ലോകാരോഗ്യ സംഘടനകളുടെയും അംഗീകാരം പിടിച്ചുപറ്റിയിട്ടുണ്ട്. എന്താണ് അമിത് മാഷ് അതുമായി ബന്ധപ്പെട്ട്? നമ്മൾ ഈ തിരുനാവായയിൽ ഈ കൊല്ലം ഒരു മഹാകുംഭമേളയുടെ ഒരു മിനി വേർഷൻ നടന്നിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കാണിച്ച് കുറച്ച് വിഷ്വൽസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ കൂമ്പാരമായി കൂടിയ വേസ്റ്റ് പുഴയിലും അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ കൂടെ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒന്നാണ് ഹജ്ജ്. ഇപ്പോൾ സൗദിയെ സംബന്ധിച്ചുള്ളൊരു വിഷൻ 2030 എന്ന് പറഞ്ഞിട്ട് ഒരു ആശയം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ലോകത്തിന് മാതൃകയാകേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതുപോലെയുള്ളൊരു ഗ്യാതറിങ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുംഭമേള നടക്കാറുണ്ട്, 10-12 ലക്ഷം ആളുകൾ സൗദിയിൽ നിന്ന്. പക്ഷേ അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. മാക്സിമം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുമായിരിക്കും, ഒരേ ഭാഷ സംസാരിക്കുന്നവർ. പക്ഷേ ഹജ്ജ് എടുത്തു നോക്കൂ, നൂറുകണക്കിന് രാജ്യങ്ങളിൽ നിന്ന് വിവിധ സംസ്കാരങ്ങളുള്ള, വിവിധ രൂപമുള്ള, വിവിധ സൈസുള്ള, വ്യത്യസ്തമായ ഈ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് വരുന്നത്. അതിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഇവരെല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു സംവിധാനത്തിൽ ഇത്ര ഫോൾട്ട് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ എത്രമാത്രം അബ്സല്യൂട്ടായ പ്ലാനിങ് വേണമെന്ന് ആലോചിച്ച് നോക്കും. അവിടെയാണ് ഈ ഒരു സംവിധാനത്തെ അവരെത്ര ആത്മാർത്ഥതയോടെയാണ് നിർവഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം ഒരു സിസ്റ്റത്തിൻ്റെ മാത്രം ഒരു ഇതല്ല, മറിച്ച് അത്ര ആത്മാർത്ഥതയോടെയാണ് ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അവരുടെ കുളി, അവരുടെ ഭക്ഷണം, അവർക്ക് വാഷ്റൂം ഉപയോഗിക്കേണ്ടത്, മെഡിക്കൽ എയ്ഡുകൾ, യാത്ര, മറ്റ് ഇതുകൾ, ഇതിൻ്റെ പുറമെ ഈ പറഞ്ഞ പോലെ ഇത്രയും ആളുകളുടെ വേസ്റ്റ്, അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ പോയി താമസിക്കും. അവിടെയൊക്കെ പക്ഷെ നമ്മൾ അവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ അവിടെ വേസ്റ്റ് കൂമ്പാരം കൂടി കിടക്കുന്നുണ്ടോ? എവിടെയും കേൾക്കുന്നില്ല. നിമിഷങ്ങൾ കൊണ്ട് ഇതെല്ലാം, ഇനിയിപ്പോൾ ഒരു വലിയ മഴ പെയ്താൽ പോലും അതൊക്കെ പെട്ടെന്ന് തന്നെ അവർ ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഈ നിരന്തരമായ പരിഷ്കാരങ്ങളാണ് അതിൽ കൊണ്ടുവരുന്നത്. ചിലരൊക്കെ അതിനെ വിമർശിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ പിറകിലുള്ള താല്പര്യത്തെ, ആത്മാർത്ഥതയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സൗദി ഭരണകൂടം ആ ഒരു ഹജ്ജിന് നൽകുന്ന, അല്ലെങ്കിൽ അത്രയും ആ വരുന്ന ഇതര ദേശത്തിൽ നിന്ന് വരുന്ന ആളുകളെ അവർ വെറും കസ്റ്റമേഴ്സാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കമ്മോഡിറ്റീസ് ആണെന്നൊന്നുമല്ല, മറിച്ച് അവർ ഹാജിമാരാണെന്നും അവർക്ക് നൽകേണ്ട ഒരു ബഹുമാനം അത് കൽപ്പിച്ചു കൊടുക്കുകയും, അതിഥികൾ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു ബാച്ചിന് എന്ത് ചെയ്യും, പോയിട്ട് അവിടുത്തെ സുപ്രീം ആയിട്ടുള്ള ഭരണാധികാരി പോയിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത്രയും ബഹുമാനത്തോടെയാണ് അവരത് നിർവഹിക്കുന്നത് എന്നർത്ഥം. പിന്നെ നമുക്കറിയാം ഇപ്പം അതിൻ്റെ ഒരു ആധുനികവൽക്കരണം നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ടൂൾസ് ഇന്ത്യയും കഷ്ടകാലത്തിന് എന്താണ് ഒരു ഹജ്ജ് സുവിധ ആപ്പൊക്കെ ഇറക്കി, എന്തോ ഒരു റിസ്റ്റ് വാച്ച്. പക്ഷേ അതെന്ത് ചെയ്തു, ഫലത്തിലത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യില്ല. പക്ഷെ എന്നാലും ആ താല്പര്യത്തെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അത് ഭാവിയിൽ ഒരു പക്ഷെ നന്നായിരിക്കാം. പക്ഷെ ഇവർ നുസുക്ക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്
ഈ ഓരോരുത്തരെയും ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന. ഇതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഹജ്ജിൻ്റെ ഡേയ്സ് ഒന്ന് കുറച്ചു അല്ലേ, ഒരു ഷോർട്ട് ടേം പാക്കേജ് ആക്കിയിട്ട് അത് മാറ്റിച്ചാൽ അത് പല രീതിയിലുള്ള കാഷ്വാലിറ്റീസും അവോയ്ഡ് ചെയ്യാൻ. അതുപോലെ ഈ ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുകൾ മക്കയെ, മദീനയെ, മുസ്തലിഫയെ, മറ്റേ അങ്ങനെ അറഫയൊക്കെ ബന്ധിപ്പിക്കുന്ന ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുകൾ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബസ് സർവീസ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർസിറ്റി ഈ ബസ്സുകൾ എന്ന് വെച്ചാൽ ഈ ഒരു അതിന് പുറമെ കിട്ടും ചില മാസീവായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം, അതായത് എന്താ മിസ്റ്റി ഫാൻ എന്ന് പറയുന്ന അതായത് 85,000 സ്ക്വയർ മീറ്റർ ഏരിയ ആണ് അവർ ശീതീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഹെൽത്ത് അതിൻ്റെ സ്ക്രൂട്ടനിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, സാധാരണ രീതിയിൽ 10 ആളുകൾ ഒരു സ്ഥലത്ത് 10 ദിവസം താമസിച്ചാൽ തന്നെ രോഗം വരാനുള്ള സാധ്യത ഉണ്ട്. അതിനകത്താണ് ഇത്ര കൃത്യമായി വൃത്തിയോടെ, അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ പ്രവർത്തകർ ആലോചിച്ച് നോക്കൂ, രാവും പകലും ഓടി നടന്നുകൊണ്ടതും വളണ്ടറി ആയിട്ടാണ് പല ആളുകളും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അടക്കമുള്ള ആളുകൾ പോയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള കമ്മിറ്റ്മെൻ്റുള്ള രൂപത്തിലുള്ളതാണ്. ഇവിടെ അവസാനം പറഞ്ഞിട്ട് കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അത് കുറേ അല്ല, ഇപ്പം പുതുതായിട്ടിപ്പോൾ കമ്പനീസിനൊക്കെ എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഇതെന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു പിറകിലുള്ള ഒരു ഏറ്റവും അടിസ്ഥാനപരമായ വിജയത്തിൻ്റെ കാരണം ഇതിൽ ലാഭേച്ഛയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരെ ഇപ്പോൾ ചെയ്യുന്നതാണ് ഫ്ലൈറ്റുകളുടെ ചാർജൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയും ഇപ്പോൾ വല്ലതും പിടുങ്ങാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഹജ്ജ് സബ്സിഡി എന്ന പേരിൽ കലാകാലമായിട്ട് കബളിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സാധനമുണ്ട്. അതിപ്പോൾ ഏതായാലും കുറച്ചുകൊണ്ട് നന്നായി ഇല്ലാതെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതില്ല എന്നാണ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം സാധാരണ രീതിയേക്കാൾ കൂടുതൽ എത്രയോ വലിയ തുക ഈടാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാടൊക്കെ ഇതിനൊരു ലാഭത്തിൻ്റെ മറ്റേ മാർഗമായി കാണുമ്പോൾ അവരിതിനെ പൂർണ്ണമായ ഒരു സർവീസായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അവരഭിനന്ദനം കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, വർഷങ്ങളായി അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സേവനമുണ്ട്. അത് അഭിനന്ദനാർഹമാണ്, ലോകത്തിനൊരു മാതൃകയാണ്. അതിൽ നിന്നും മുസ്ലിങ്ങളെക്കുറിച്ചും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ആ മുസ്തലിഫയിലെ കടത്തമൊക്കെ ആണെങ്കിലും അല്ല അറഫയിലെ ഒരുമിച്ച് കൂടലൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ മഹാത്ഭുതമായിട്ട് തന്നെയാണല്ലോ ഇത് കാണുന്നത്. ഇത് ലോകാരോഗ്യ സംഘടന അത് ഈ പ്രാവശ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളത് അവരൊരു പ്ലസ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ നമ്മൾ പൊതു ആളുകളും ഒരുപാട് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ ഷാസൽബി. ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലൊരു ചെറിയ ഗാദറിങ് ഉണ്ടായാൽ, ഗാദറിങ് വേണ്ട, പള്ളികൾ ബാത്റൂം സ്മെല്ലെടുക്കാത്ത റോഡ് സൈഡിലെ പള്ളി വിചാരിക്കാം, എത്ര പള്ളികളുണ്ടാകും? ബാത്റൂം സ്മെല്ലെടുക്കാത്ത എത്ര പള്ളികളുണ്ടാവും? ഹറമിൽ ഹജ്ജ് കാലത്ത് മാത്രമല്ല, മക്കയിലാവട്ടെ മദീനയിലാകട്ടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ എല്ലാ ദിവസവും അവിടെ ഉണ്ട്. മിക്കവാറും വെള്ളിയാഴ്ചകളൊക്കെ പോയാൽ മുറ്റത്ത് അത്രയും വിശാലമായ മക്ക ഹറമിൽ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഹറമിലെ മുറ്റത്താണ് ആളുകൾ ജുമാക്ക് ഉണ്ടാവുക. പല ജമാഅത്തുകളിലും ആളുകൾ മുറ്റത്ത് സുബൈനും മറ്റു നമസ്കാരങ്ങൾക്കൊക്കെ മുറ്റത്തുള്ള ജമാഅത്തുകൾ ഉണ്ടാവാറുണ്ട്. അത്രയും ആളുകൾ വരുന്ന ഹറമിൽ ഒരു ദുർഗന്ധം എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും വർഷത്തിൽ ആ ഏതാനും ദിവസങ്ങളുള്ള ഹജ്ജ് മാത്രമല്ല, എല്ലാ ദിവസവും 24 hour. മദീനയിലെ പള്ളി ഒരു സമയം കഴിഞ്ഞാൽ 12 മണി കഴിഞ്ഞാൽ അടക്കും. മസ്ജിദുൻ നബവി ഒരു സമയം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. രാത്രി 12 മണിയാണെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ പുലർച്ചെയാണ് തുറക്കുക. മസ്ജിദുൽ ഹറം അടക്കില്ല. രാത്രിയും അവിടെ ഹാജിമാരുണ്ടാവും, ഉംറ ചെയ്യാൻ വന്ന ആളുകളുണ്ടാവും. 24 hour ഉംറ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടുത്തെ ബാത്റൂമുകളും അവിടുത്തെ സിസ്റ്റവും ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ, ആ വരുന്ന ആളുകളും വൃത്തിയിൽ ശുചിത്വത്തിൽ ശ്രദ്ധിക്കാത്ത അങ്ങനത്തെ കാഴ്ചപ്പാടുള്ള രാജ്യങ്ങളിലും പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. എന്നിട്ടും അവരതെന്ത് ചെയ്യുന്നു? അവർ വളരെ മനോഹരമായത് പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് ശരിക്കൊരു വലിയ അത്ഭുതമാണ്. പൊതുവിൽ അവർ സ്വയം പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയെക്കുറിച്ച് പറയാറുള്ളത് ഖാദിമുൽ ഹറമൈന ഷരീഫൈൻ എന്നാണ്. പരിശുദ്ധ ഹറമുകളുടെ സേവകൻ. എനിക്കൊന്ന് അവർക്ക് ഏറ്റവും അനുയോജ്യമായൊരു വിശേഷണമാണ് സൗദി ഭരണത്തലവന് ആ പേര് എന്നാണ്. അത്ര മനോഹരമായി അവർ അത് പരിപാലിക്കുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവിലൊരു ചൊല്ലുണ്ട്, ഹറമിലെ പണി പോലെ എന്നാ പറയാം, ഹറമിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന പോലെ എന്താ പറയുക. അത് തീരൂല. എല്ലാ സമയത്തും ഹറമുകൾക്ക് മുകളിൽ 2-3 ക്രെയിൻ ഉണ്ടാവും. അവിടെ വർക്കുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും
ഹറമും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ ഒരുക്കിയ സംവിധാനങ്ങൾ, മിനയിലെ ടെൻറ്റുകൾ, എന്തുമാത്രം സൗകര്യമുള്ള ടെൻറ്റുകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ആളുകൾക്ക് ചൂടിനൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ, ഹറമിൻ്റെ പരിസരം, അവിടുത്തെ വഴികൾ, അറഫ, മുസ്ദലിഫ, അവിടെയൊക്കെ നേരത്തെയുള്ള അവിടുത്തെ ഫാനുകൾ ഉച്ചയായാൽ അതിൽ നിന്ന് സ്പ്രേ വരും, വെള്ളം സ്പ്രേ ചെയ്യും. ഹജ്ജിൻ്റെ സമയത്ത് ഹെലികോപ്റ്ററുകളുണ്ടാവും, നൂറുകണക്കിന് ആംബുലൻസുകളുണ്ടാവും. എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി നിർത്തിയാണ് അവരത് ഭംഗിയായി പരിഹരിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ ആ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവർ ലോക മുസ്ലിങ്ങൾക്ക് ചെയ്യുന്ന സേവനത്തെക്കാൾ വലിയ മുസ്ലിങ്ങൾക്ക് നൽകുന്ന സേവനം വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനു പുറമെ ആളുകൾക്ക് അവർക്ക് മതത്തെ അറിയാനും പഠിക്കാനും ഗ്രന്ഥങ്ങൾ കരസ്ഥമാക്കാനും ക്ലാസ്സുകൾ കേൾക്കാനും ലോകത്തെ എല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് മതം പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവരൊരുക്കുന്നുണ്ട്. ഹറമുകളിലെ എല്ലാ വൈകുന്നേരങ്ങളിലും അസറിന് ശേഷം ചെന്നാൽ അവിടെ ഹറമിലെ ഓരോ തൂണിൻ്റെ അടുത്തും ഖുർആൻ തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ കാണാം. മിക്കവാറും ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇരു ഹറമുകളിലും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പോയാൽ അവർ സൗജന്യമായി മതം പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പള്ളിക്കകത്ത് ഒരു കാർപ്പറ്റിൽ നിന്ന് ഒരു പൊടി ശ്വസിച്ച് അലർജി വന്ന, ഹറമിലെ പള്ളിയിൽ നിന്ന് പൊടി ശ്വസിച്ച് അലർജി വന്ന ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവിടുത്തെ വളണ്ടിയർമാരുടെ, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സേവനം എന്തുമാത്രം ക്ഷമയോടുകൂടിയാണ് അവിടെ വരുന്ന ആളുകളെ അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കരമായ മാതൃകയാണ് യഥാർത്ഥത്തിൽ അവർ. അതിനെ WHO അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവിടെ പോകുന്ന ഓരോ മനുഷ്യനും അത് കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെടും എന്നതാണ്.